ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കുഞ്ഞു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. രാവിലെ തന്നെ വിറച്ച് നിൽപ്പുണ്ട്. 2 ദിവസം ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. അങ്ങനെ തുണികളെല്ലാം നനച്ചിട്ട് നല്ല ഉറക്കമായിട്ടോ. അവ ഇണക്കി ഞാൻ കുറച്ച് ജോലികളൊക്കെ ഒതുക്കും. എന്തെന്ന് വെച്ചാൽ അവന് കുറച്ച് കുസൃതി കൂടുതലായിട്ട് അവൻ്റെ പുറകെ നടക്കേണ്ടി വരും. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് വെള്ളം തിളപ്പിച്ച് അരി ഇട്ടതിന് ശേഷം ഞാൻ കുക്കറിൽ വെച്ചായിരുന്നു. അതിന് ശേഷം ഞാൻ കറികൾ വയ്ക്കാൻ വേണ്ടി എന്താ ഉണ്ടാകുന്ന നോക്കിയപ്പോൾ 7 പയർ കിടന്നുണ്ട്. അങ്ങനെ അതിനെ മെഴുക്ക് വരട്ടിയതിന് ശേഷം മെഴുക്ക് വരട്ട എളുപ്പമാണ്, അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം കപ്പയ്ക്ക ഉണ്ടായിരുന്നു. നമ്മളുടെയൊക്കെ കപ്പയ്ക്ക എന്നാണ് പറയുന്നത്, നിങ്ങളുടെ എന്താ പറയുന്നത്? പുറത്ത് പപ്പായ എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അത് പപ്പായ തോരൻ വെച്ചായിരുന്നു. അത് വേവാൻ കുറച്ച് പാടാണ്. അങ്ങനെ ഞാൻ അത് വേവിക്കാൻ വെച്ചായിരുന്നു അടച്ച്. എനിക്ക് ഓൺ വോയിസ് കൊടുക്കണമെന്ന് ഒരു താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ എല്ലാവരും കേട്ട് നീ എന്തിനാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്നത്, ഓൺ വോയിസ് കൊടുത്താൽ പോരെന്ന്. അപ്പോഴേ എനിക്ക് എൻ്റെ ശബ്ദം തന്നെ പിടിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതുമല്ല, നമ്മൾ ഓൺ വോയിസ് എടുക്കുമ്പോൾ എന്തൊക്കെ ശബ്ദം കേട്ട് കോപ്പി റൈറ്റ് ആവുമെന്ന് അതൊരു പേടി. ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ട് കോപ്പി റൈറ്റ് ആകുമ്പോൾ അത് ഡിലീറ്റ് ആക്കുമ്പോൾ ഭയങ്കര വിഷമല്ലേ. അങ്ങനെ പിന്നെ വിചാരിച്ചു ഒന്ന് കൊടുത്തു നോക്കാം. അപ്പം കാണുന്നവരുടെ പ്രതികരണം എങ്ങനെയെന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അത് കപ്പയ്ക്ക് തോരൻ വച്ചായിരുന്നു. അതിനുശേഷം സലാഡ് ഉണ്ടാക്കി. ചേട്ടൻ കേൾക്കും, നീ എന്തിനാണ് 4-5 കറികൾ വയ്ക്കുന്നത്, ഒരു കറി പോരെയെന്ന് ചോദിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യും, അവരത് പറയേണ്ട കടമ അവർക്ക്, ചെയ്ത് കൊടുക്കേണ്ട കടമ നമ്മൾക്ക്. ഒരു കറിയായിട്ട് എങ്ങനെയാണ് മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് സലാഡ് ഉണ്ടാക്കി, കപ്പയ്ക്ക തോരനും വെച്ച്, മെഴുക്കും വരട്ടി, നല്ലൊരു ചൂരക്കറിയും വെച്ചായിരുന്നു. ആദ്യമൊക്കെ എൻ്റെ ചേട്ടന് ഞാൻ കറി വയ്ക്കുന്നതൊന്നും ഇഷ്ടമില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ വയ്ക്കുന്നത് കൊള്ളൂലായിരുന്നു, അതായിരുന്നു സംഭവം. പിന്നെ ചേട്ടൻ കറി വയ്ക്കുന്നത് കണ്ട് പഠിച്ചതാണ്. പിന്നെ ഇപ്പോൾ ചേട്ടന് കുഴപ്പമില്ല, ഞാൻ വയ്ക്കുന്ന ആഹാരങ്ങളെല്ലാം കഴിക്കും. എന്താണെന്ന് അറിഞ്ഞൂട, ചിലപ്പോൾ ഇനി വിഷമപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചായിരിക്കും കഴിക്കുന്നത്. കഴിച്ചിട്ട് അഭിപ്രായം പറയും, കൊള്ളാമോ ഇല്ലേന്ന്, ഉപ്പും എരിവൊക്കെ പുളിയൊക്കെ എങ്ങനെയെന്നൊക്കെ നോക്കിയിട്ട് പറയും. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പിറ്റേ ദിവസം ഉണ്ടാക്കുമ്പോൾ ഇടും. പിന്നെ മോക്ക് എരി അധികം പാടില്ല, അപ്പോൾ ഞാൻ 2 പേർക്കും കൂടെ കണക്കാക്കി അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇടുള്ളൂ ആഹാരം. അങ്ങനെ ഉച്ചയൂണെല്ലാം റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോയിലും സംസാരത്തിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.